ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള കൂടുതൽ മൊഴിയെടുക്കലുകൾ അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം ഇന്നലെ നിരവധി 10 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം അത്രത്തോളം കീനായി അല്ലെങ്കിൽ അത്രത്തോളം രേഖകൾ ഡേറ്റ അവരിൽ നിന്ന് ശേഖരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്നത് മുകേഷിനെതിരെ മരട് പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എറണാകുളം സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരിട്ട് നടി പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ലൈംഗിക അതിക്രമ പരാതികളിൽ കൊല്ലം MLA M. മുകേഷ്, നടൻ ജയസൂര്യ എന്നിവർക്കെതിരെ കേസെടുത്ത പോലീസ്. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ മരട് പോലീസും ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസുമാണ് കേസെടുത്തത്. സിദ്ദിഖിനെതിരായ പരാതിയിൽ യുവനടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കേസെടുത്ത സാഹചര്യത്തിൽ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഒഴിവാകും. വിനയനും ആഷിഖ് അബുവും കടുത്ത വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ നയരൂപീകരണ സമിതിയിൽ നിന്ന് B. ഉണ്ണികൃഷ്ണനെ മാറ്റുന്ന കാര്യത്തിലും സർക്കാർ തീരുമാനം ഉണ്ടാകും. അതിനിടെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവാവ് രംഗത്ത് വന്നിട്ടുണ്ട്. ലൈംഗിക ആരോപണം നേരിടുന്ന സംവിധായകൻ VK പ്രകാശ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണല്ലോ. ഏറ്റവും പുതുതായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിലേറ്റവും പ്രധാനം ഇപ്പോൾ കൊച്ചിയിൽ സംബന്ധിച്ചിടത്തോളം മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നതാണ്. മരട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 354 പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ കൊച്ചിയിലുള്ള നടി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ 7 പരാതികളാണ് ഇവർ നൽകിയത്. 4 നടന്മാർക്കെതിരെയും അതോടൊപ്പം ഒരു അഭിഭാഷകൻ, മറ്റ് 2 സിനിമ എക്സിക്യൂട്ടീവുകളായ 2 പേർക്കെതിരെയുമാണ് പ്രധാനമായിട്ട് തന്നെ ഇവർ പരാതി നൽകിയത്. 7 കേസുകളും പ്രത്യേകമായിരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് 7 മൊഴികൾ, പരാതികൾ ഇവർ നൽകിയിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. ഇന്നലെ തന്നെയും ഈ അന്വേഷണ സംഘത്തെ നയിക്കുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത് അതായത് സ്റ്റേഷനുകളിലേക്ക് ഇന്നലെ തന്നെ കൈമാറും. അതിനൊട്ടും കാലതാമസം ഉണ്ടാവില്ല. ഉടൻ തന്നെ മറ്റു നടപടികളിലേക്ക് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ കേസുകൾ വന്നിരിക്കുന്നത്. നടൻ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ മുകേഷിനെതിരെ കൊച്ചി മരട് പോലീസുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്കുമെതിരെയും സമാനമായ രീതിയിലേക്ക് നടപടികൾ ഉണ്ടാകും. കാരണം ഇവർ ആരോപണം ഉയർത്തിയിരുന്നത് നടന്മാരായ ഇടവേള ബാബു, മണിയൻപിള്ള രാജു, അതോടൊപ്പം തന്നെ മുകേഷ്, ജയസൂര്യ എന്നിവർക്കെതിരെയും ഒരു അഭിഭാഷകന് എതിരെയുമാണ് ഇവർ പരാതി പ്രധാനമായിട്ടും തന്നെ ഉന്നയിച്ചത്. അപ്പോൾ സമാനമായ രീതിയിലേക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലും നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തു വന്നതിലൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ, അതോടൊപ്പം തന്നെ പരാതികൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അത് തുടർച്ചയായി പരാതിപ്പെട്ടവരെ മൊഴികൾ രേഖപ്പെടുത്തുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്കടക്കം കടന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് പലരും തന്നെ മുൻകൂർ ജാമ്യത്തിനായുള്ള അപേക്ഷകളിലേക്ക് നീങ്ങി തുടങ്ങിയ പലരും ഈ ആരോപണ വിധേയരായവർ പലരും തന്നെ ഹൈക്കോടതിയിലടക്കം പ്രമുഖ അഭിഭാഷകരുമായി ബന്ധപ്പെടുകയും ഇതിൻ്റെ ഒരു നിയമ സാധ്യതകളടക്കം ആരായുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കടക്കം കാര്യങ്ങൾ മാറിയിരിക്കുകയുമാണ്. ഒപ്പം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ അത് തുടരുകയാണ്. ഇനിയും ഈ പരാതി ഉന്നയിച്ചവരുടെ മൊഴികൾ കൂടുതൽ രേഖപ്പെടുത്തുകയാണ്. ഇതനുസരിച്ച് ഇപ്പോൾ നിലവിൽ 18ഓളം പരാതികൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ വന്നിട്ടുണ്ട്. അതിൽ കൊച്ചിയിലെ നടി അവർ മാത്രം 7 പേർക്കെതിരെയാണ് പരാതി ഉന്നയിച്ചിട്ടുള്ളത്. മറ്റുള്ളവർ ഉന്നയിച്ച പരാതികളിൽ പ്രത്യേകം കേസെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവരെ മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കും. അതിന് തുടർച്ച ഇന്ന് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ആരോപണം ഉന്നയിച്ചവരുടെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് നടപടികളിലേക്ക് കടക്കും. ഇത് മറ്റ് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ കൺസേൺഡായ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്തുകൊണ്ട് മറ്റ് തുടർ നടപടികളിലേക്ക് നീങ്ങും. ഏതായാലും മലയാള സിനിമയെ വലിയ രീതിയിലേക്ക് പിടിച്ചുലയ്ക്കുന്ന രീതിയിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴിവെച്ചിരിക്കുന്നു എന്നതാണ്. സിനിമാ മേഖലയിലെ വലിയ
ചർച്ചകളിലേക്ക് ഇത് മാറിയിരിക്കുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെയാണ് തുടക്കത്തിൽ ചോദിച്ച പോലെ ഈ നയരൂപീകരണ ചർച്ചകൾ, ഈ ചർച്ചകളും അതിൻ്റെ ഒരു വിവാദത്തിലേക്ക് തുടക്കത്തിൽ മാറിയിരിക്കുന്നു. കാരണം ആരോപണ വിധേയരായവർ പലരും തന്നെയും ഈ ചർച്ചയുടെ നയരൂപീകരണ സമിതിയുടെ ഭാഗമാകുന്നു. അതനുസരിച്ച് തന്നെ സിനിമാ സംഘടനകളിലും അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്തായാലും വരും മണിക്കൂറുകളിൽ അത് ഒന്നുകൂടി ബലപ്പെടും. കാരണം ഇത്തരം ആരോപണ വിധേയരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകളിലേക്ക് പോകാൻ സാധിക്കുമോ എന്നൊരു വലിയ ചോദ്യം പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. സർക്കാർ തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടതും. ഡാനി, അമ്മയിൽ വലിയ രീതിയിലുള്ള ഭിന്നതയുണ്ട് എന്ന് ഇന്നലെ തന്നെ വാർത്തകൾ വന്നിരുന്നു. അമ്മയെ സംബന്ധിച്ചിടത്തോളം കൂട്ടരാജി വന്നതിന് ശേഷം 4 പേർ തങ്ങൾക്ക് ഇതിന് താല്പര്യമുണ്ടായിരുന്നില്ല അമ്മയിൽ നിന്നും രാജിവെക്കാൻ, ഒരു കൂട്ടമായ തീരുമാനം, അതിലേക്ക് സംഘടനാ മര്യാദ എന്ന രീതിയിൽ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട് അമ്മയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സജീവമായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? ഒപ്പം കോൺക്ലേവിന്റെ കാര്യവും, അതിലേറ്റവും പുതിയ വിവരങ്ങൾ ഏത് രീതിയിലാണ്? ഇതിൽ ഒരു വിഭാഗം, അതായത് പ്രത്യേകിച്ച് ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന അമ്മയിലേക്ക് നടാടെ എത്തി സംഘടനാ ഭാരവാഹിത്വത്തിലേക്ക് എത്തിയിരിക്കുന്ന യുവ നടീനടന്മാർ തങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയും അവർ അഭിപ്രായം പ്രകടമാക്കിക്കൊണ്ട് വന്നിരുന്നു. അനന്യ, സരയു തുടങ്ങിയവർ തന്നെയും എന്താണ് തങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയുവാനുള്ളതെന്ന് വ്യക്തമാക്കിയിരുന്നു. കാരണം ഇതിലൊരു കൂട്ടായ ചർച്ച നടന്നിട്ടില്ല. ഇത് ഏകപക്ഷീയമായ രീതിയിലേക്ക് പിരിച്ചുവിടലിലേക്കടക്കം ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ നീതീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിൽ കൂട്ടായ ചർച്ചകൾ വേണ്ട ഒരിടത്തു നിന്ന് ഇത്തരം ഏകപക്ഷീയമായ ഒരു ധാരയിലേക്ക് അത് പോകാൻ പാടില്ല എന്നതാണ്. പ്രത്യേകിച്ച് തങ്ങൾ വോട്ടെടുപ്പിലൂടെ കടന്നു വന്നവരാണ്, അങ്ങനെ വിജയിച്ചു വന്നവരാണ്. അപ്പോൾ അത് പിരിച്ചുവിടുക, അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യാതെ വലിയ സങ്കീർണമായ ഒരു വിഷയം, വലിയ സമാനതകളില്ലാത്ത രീതിയിൽ അമ്മ എന്ന് പറയുന്ന താരസംഘടന പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്ത് യാതൊരു രീതിയിലെയും അത് അഡ്രസ്സ് ചെയ്യാതെ എങ്ങനെയാണ് ഇതിനെ മറികടന്നുകൊണ്ട് പോകുക, അല്ലെങ്കിൽ സംഘടന എന്ന രീതിയിൽ എങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും? അത്തരം ആലോചനകൾ ഒന്നുമില്ലാതെ തന്നെ ഈ സംഘടന ഏതാണ്ട് അതിൻ്റെ ഒരു ഭാരവാഹിത്വത്തിലേക്ക് വന്നവർ ഏതാണ്ട് പൂർണ്ണമായി ഒഴിയുന്നു. അത്തരം രീതിയിലേക്കൊരു പ്രസ്താവന ഇറക്കി ഇതിൽ കടന്നു പോകുക, ഏതാണ്ട് ഒരു ഒഴിഞ്ഞു മാറി നിൽക്കുന്നതിൻ്റെ സമാനമായ രീതിയിൽ തന്നെ ഒരു അനുഭവമാണ്. ഇതിലൊരു അഭിപ്രായം പറയാതെ തന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്ന ആ രീതിയിലേക്ക് അടക്കം കടന്നു പോകുന്ന കാര്യങ്ങൾ. അതിനോട് യുവതലമുറയിലെ പലർക്കും തന്നെയും കടുത്ത വിയോജിപ്പ് അതിൽ പ്രകടമാക്കേണ്ട പരസ്യ പ്രതികരണങ്ങളിലേക്ക് തന്നെ പലരും വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ഭാരവാഹിത്വത്തിൽ സമൂലമായ രീതിയിലുള്ളൊരു മാറ്റം വരണം. കാരണം ഇത് കാലാകാലങ്ങളായി കുറച്ചു പേർ മാത്രം അവർക്ക് ഇഷ്ടപ്പെട്ടവർ, അതിൻ്റെ തുടർച്ചക്കാർ, ആ രീതിയിലേക്ക് ഈ സംഘടന കടന്നു പോകുന്നു എന്നതാണ്. കൈനീട്ടം എന്ന ആ രീതിയിൽ ഒരു ആളുകൾക്ക് സമാശ്വാസധനം പഴയ നടീനന്മാർക്ക് നൽകുന്നതിലൂടെ മാത്രം ഇത് അങ്ങനെ നൽകുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങളെ ലളിതവൽക്കരിക്കാൻ കഴിയില്ല എന്ന പൊതുവിമർശനം വലിയ രീതിയിൽ തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട് സിനിമാ മേഖലയിൽ നിന്ന്. അപ്പോൾ ഇതിലൊരു പുതിയ ഭാരവാഹിത്വം ഏതായാലും കടന്നു വരേണ്ടതാണ്. അഡ്ഹോക് കമ്മിറ്റി എന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ അതിനപ്പുറം ഇതിൻ്റെ സംഘടനാ തലത്തിലുള്ള ഒരു അഴിച്ചുപണി ആവശ്യമാണ് എന്ന വലിയ രീതിയിൽ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു നടപടികളുണ്ട്. കാരണം ഇതിലൊരു ജനറൽ ബോഡി യോഗം അടക്കമുള്ള കാര്യങ്ങൾ വിളിക്കണം. കാരണം വലിയ പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. അപ്പോൾ ഇതിലൊരു പൊതുവായ അഭിപ്രായ സ്വരൂപണത്തിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ നീങ്ങേണ്ടതുണ്ട്. അപ്പോൾ അത് ഈ വരുന്ന ദിവസങ്ങളിൽ സാധ്യമാകുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട്. കാരണം പൊതുവിൽ അമ്മയുടെ ഭാരവാഹിത്വത്തിലെ തലപ്പത്തേക്ക് വന്ന മോഹൻലാലും അടക്കമുള്ള ആളുകൾ അവർ ഇത്തരം വിഷയങ്ങൾ സാധാരണഗതിയിൽ അവർ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇതുവരെയും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇനി വരാനിരിക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങളിൽ അവരുടെ ഭാഗത്തു നിന്ന് അഭിപ്രായം ഉണ്ടാകുമോ എന്നതൊന്നും വ്യക്തമല്ല. പക്ഷേ സംഘടനാ സംവിധാനം എന്ന രീതിയിൽ അത് പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നൊരാവശ്യം ശക്തമാണ്. യുവതാരങ്ങളിൽ പലരുടെയും പേരുകൾ അക്കാര്യങ്ങളിൽ പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവർ പുറമേക്ക് വരേണ്ടതും അഭിപ്രായം പറയേണ്ടതുമാണ്, അവർ ഭാരവാഹിത്വങ്ങളിലേക്ക് വരേണ്ടതുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു തുറന്ന ചർച്ച ഇനി ഉണ്ടാകുമോ എന്നതാണ്
അതുമാത്രവുമല്ല പരാതികൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. ആർക്കൊക്കെതിരെ പരാതികൾ ഉയരുമെന്ന പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് സത്യത്തിൽ അമ്മ എന്ന സംഘടന എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ പുതിയ ഭാരവാഹികൾ വരിക, അവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് ചർച്ചകളുണ്ട്. എന്തായാലും യുവതാരങ്ങളിൽ സന്നദ്ധരായവർ മുന്നോട്ട് വരണമെന്ന ഒരു പൊതു ചർച്ച ഈ അമ്മ അംഗങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് എന്നതാണ്. അതോടൊപ്പം ഈ നയരൂപീകരണ ചർച്ച അത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ അത്തരത്തിൽ ഒരു സാവകാശം തേടിയേക്കും. ഒരു നവംബറോടുകൂടിയാണ് അത്തരം ചർച്ചകൾ നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ അത്രയും ഒരു സമയത്തേക്ക് അമ്മയുടെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കാത്തിരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും നയരൂപീകരണ ചർച്ചയും വിവാദത്തിലേക്ക് തന്നെയാണ് നീങ്ങിയിരിക്കുന്നത്. കാരണം അതിലേക്ക് പറഞ്ഞ പ്രഗത്ഭരായവരുടെ പേരുകളെല്ലാം തന്നെ അവർക്കെതിരെ പരാതികൾ ഉയരുന്നു, ആക്ഷേപങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് വന്നു. അവർക്കെതിരെയും പരാതികൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഫെഫ്കയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബി ഉണ്ണികൃഷ്ണനെ തന്നെ നീക്കി നിർത്തണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അത് ഇടത് സംഘടനകളുടെ ഒരു ലേബൽ എന്ന് അവകാശപ്പെടാവുന്ന ആൾ നിലയിലായിരുന്നു അത്തരം കാര്യങ്ങളിലേക്ക് വന്നത്. ഇപ്പോൾ അതിൽ പരസ്യമായിട്ട് തന്നെ സംവിധായകൻ വിനയനും അതോടൊപ്പം തന്നെ ആഷിഖ് അബുവും വ്യക്തമായ രീതിയിൽ തന്നെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ബി ഉണ്ണികൃഷ്ണനെ ഈ ചർച്ചകളിൽ നിന്നേ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് വിനയൻ പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു തൊഴിൽ തർക്കം എന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്തപ്പോൾ നേരിട്ട നിയമ നടപടികൾ തിരിച്ചടികളിലൂടെ നേരിട്ട ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ഈ തൊഴിലാളി സംഘടനയുടെ ഒരു നയരൂപീകരണ ചർച്ചകൾ ഉൾപ്പെടുത്തുക എന്നൊരു പൊതുചോദ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. സർക്കാരിന് മുൻപാകെ ആ ഒരു അപേക്ഷ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ആഷിഖ് അബു ഇടത് സഹയാത്രികനായ ഒരാൾ കൂടിയാണ്. അദ്ദേഹം തൻ്റെ അഭിപ്രായം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ മാറ്റി നിർത്തി രഞ്ജിത്തിനെയും അടക്കം മാറ്റി നിർത്തും. അവർക്കെതിരെ കേസുണ്ടായിരുന്നു. രഞ്ജിത്തിനെ അടക്കം മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ബി ഉണ്ണികൃഷ്ണന്റെ കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കാൻ നിർബന്ധിതരാകും. വരുന്ന മണിക്കൂറുകളിലെല്ലാം ഈ സങ്കീർണതകൾ അഴിക്കാനുള്ളൊരു ബാധ്യതയുടെ ഒരു ചരടിൻ്റെ ഒരു ഭാഗം സർക്കാരിൻ്റെ കയ്യിൽ കൂടി എത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ്. സർക്കാർ അതിൽ ഇടപെടേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ വി കെ പ്രകാശിൻ്റെ അടക്കം സംവിധായകൻ്റെ അടക്കം ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവർ നേരത്തെയും പരാതിക്കാരിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇതിൽ മുൻകൂർ ജാമ്യം തേടുന്ന ആദ്യ വ്യക്തി കൂടിയാണ് വി കെ പ്രകാശ്. അതിലും കോടതിയുടെ നടപടികൾ ഇന്ന് അതിൽ ഏതെങ്കിലും രീതിയിലെ പരാമർശമുണ്ടോ ഈ വിഷയങ്ങളിൽ എന്നതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.